രാവിലെ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. എന്നൊരു വെജിറ്റേറിയൻ ഊണാണ്. അത് 2 കറികളെ ഉണ്ടാക്കുന്നുള്ളൂ, പെട്ടെന്ന് റെഡിയാക്കണം. അപ്പോൾ ആദ്യം തന്നെ അരി അടുപ്പത്ത് കുക്കറിലിടാണ്. പിന്നെ ഞാനൊരു തക്കാളി കറിയും അതിൻ്റെ കൂടെ വൻപയറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് വൻപയർ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഒന്ന് കുക്കറിലിട്ട് വേവിക്കണം. അപ്പോൾ ആദ്യം 1-2 പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇന്നലെ രാത്രി കഴുകിയിട്ട് തന്നെയാണ് ഇട്ടത് വെള്ളത്തിൽ. എന്നാലും പിന്നെ ആ വെള്ളത്തിലൊരു ചെറിയ കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് കഴുകിയെടുത്തു. അതൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വൻപയറാണ് കേട്ടോ ഇത്. ഇനി ഇതിനകത്തോട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം. അപ്പം ഞാനൊരു 1/2 കപ്പ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ, കാരണം ഇത് പെട്ടെന്ന് വേവുന്ന പയറാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വൻപയറിൻ്റെ വേവിനനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ചൊരു 2 വിസിൽ വേവിച്ചാൽ മതി. പറഞ്ഞല്ലോ, പെട്ടെന്ന് വേവുന്ന പയറാണേ. പയറൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. വൻപയറിന് വേണ്ടിയിട്ട് വൻപയർ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ സവോള, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. കുക്കർ പയർ ഒരു 2 വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് വെക്കാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടല്ലേ പയറുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു തക്കാളിക്കറി അങ്ങ് റെഡിയാക്കാം. ഇതെൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ 2 തക്കാളി, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളി പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ടാൽ മതി. എരിവിനനുസരിച്ച് കൂടുതൽ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ 2 വലുതാണ് എടുത്തത്. 2 അല്ലി വെളുത്തുള്ളി. അപ്പോൾ എല്ലാം അരിഞ്ഞിട്ടു. എൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള വെള്ളം, ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം വേണ്ടി വരും. എല്ലാം നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇടാം. മസാലയൊന്നും ഇപ്പോൾ ചേർക്കണ്ട. ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് അരപ്പും കൂടി അങ്ങ് റെഡിയാക്കി വെക്കാം. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മിക്സി ജാറിലോട്ട് 2 പിടി തേങ്ങ ഇടാം. 2 തക്കാളിയല്ലേ എടുത്തത്, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് തേങ്ങ മതി. 2 ചെറിയ പിടി. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകമാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ മസാലയ്ക്കൊക്കെ ചേർക്കുന്ന വലിയ ജീരകം അതിട്ടു. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി. മസാലയൊന്നും ഒരുപാട് വേണ്ട. അതിനകത്തേക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തക്കാളി അപ്പോഴേക്കും തന്നെ വെന്തിട്ടുണ്ട്, പെട്ടെന്നാവും. ഇനി ഇത് ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ അതാണ് ടേസ്റ്റ്. നമ്മൾ ഒഴിച്ച വെള്ളം ഫുള്ളങ്ങ് വറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കൂടിയാലും ആ കറിക്ക് അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല. ഇതുപോലെ നല്ല ഡ്രൈ ആക്കി തന്നെ അങ്ങ് എടുക്കാം. തേങ്ങ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. തക്കാളിക്കറി റെഡിയാക്കാനായിട്ടൊരു മൺചട്ടി വെച്ചു. അതിനകത്തോട്ട് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ചേർക്കുകയാണ്. ഇനി പാകത്തിനുള്ള വെള്ളവും കൂടിയൊക്കെ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഉണ്ടല്ലോ, അത് ചേർത്തു. ഇത് ഒത്തിരി ലൂസും അല്ല, ഒരുപാട് കുറുകിയിട്ടും അല്ലാത്തൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടി 1 കപ്പ് വെള്ളം ആണ് ഇതിനകത്ത് ചേർത്തത്. അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കി എടുത്താൽ മതി. ഒരുപാട് കുറുകിയിട്ടും ആവരുത്, ഒത്തിരി ലൂസും ആവരുത്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് ചൂടായി വന്നാൽ മതി. ഒരുപാട് തേങ്ങ ചേർത്തതല്ലേ, അപ്പോൾ തിളയ്ക്കാൻ പാടില്ല. ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ആവി വന്നാൽ മതി. ഇനി ഈ അരപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരല്പം വാളംപുളിയും കൂടി ചേർത്ത് അരയ്ക്കാം കേട്ടോ. ഈ തക്കാളിയുടെ പുളി കൂടാതെ കറിക്ക് കുറച്ചും കൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വാളംപുളിയും കൂടെ ചേർത്ത് വേണേലും അരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് താളിച്ചും കൂടി ചേർക്കാം. പാൻ വെച്ചു, എണ്ണ ഒഴിച്ച് കുറച്ച് കടുക്, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ തക്കാളിക്കറി റെഡി.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണേ. ചോറിനൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്, ഒരു ഉച്ചക്കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പറഞ്ഞ പോലെ തേങ്ങ അരയ്ക്കുമ്പോൾ ഒരല്പം വാളംപുളിയും കൂടി ചേർത്ത് വേണമെങ്കിൽ അരയ്ക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ കറിക്ക് എത്ര പുളി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. നമുക്ക് വൻപയറും കൂടി റെഡിയാക്കി എടുക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക്, പിന്നെ ഒരു ചെറിയ പിടി തേങ്ങാക്കൊത്താണ് ഇട്ടിരിക്കുന്നത്, കുറച്ച് കറിവേപ്പില. തേങ്ങാക്കൊത്ത് ചേർത്ത് വൻപയർ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ പയറിൻ്റെ ഇടയ്ക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും, 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്താണ്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റുക. സവോള കുറച്ചൊന്ന് നിറമൊക്കെ മാറി വന്നാൽ മതി, ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട. ഈ ഒരു രീതിയിലൊന്ന് ആയി കഴിയുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി, അതായത് വറ്റൽമുളക് ചതച്ചത്, ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അതും കൂടി ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂണൊക്കെ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാവും കേട്ടോ. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാൻ വേണമെങ്കിൽ. ഇത് കുറച്ചൊന്ന് എരിവോടുകൂടി ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചപ്പും കൂടെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച വൻപയർ റെഡി ആയിട്ടുണ്ട്, അതും കൂടി ഇടാം. നല്ല പോലെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അതിനകത്ത് വേണമെങ്കിൽ ഒരു അല്പം ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതെങ്കിലും ഒന്ന് ചേർക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുരുമുളകൊന്നും കൂടുതൽ ചേർക്കണ്ട, കാരണം വറ്റൽമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ല എരിവുണ്ടായിരിക്കും. പിന്നെ ഇത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. വൻപയർ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണം. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് റെഡി. ഇനി കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട്, അത് ഒന്ന് കഴുകി വയ്ക്കാം. ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ഫുൾ ക്ലീനപ്പ് ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ പോകുന്നതിനുള്ള സമയം കിട്ടാറില്ല. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ചേച്ചി വരും. അപ്പം ഒത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരി കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടോളും. അപ്പോൾ അതുകൊണ്ട് സമയമുള്ളപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പോകും. അപ്പോൾ അതെ, നമ്മുടെ വൻപയർ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. വേറെ പച്ചക്കറികളൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇന്നൊരു പ്യുവർ വെജിറ്റേറിയൻ ഊണാണ്. വൻപയറൊക്കെ തലേദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് തേങ്ങ ചെറിയതൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഊണാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് അച്ചാർ, ഇത് അമ്മ ഉണ്ടാക്കി തന്ന ഡേറ്റ്സും നാരങ്ങയും കൂടി അച്ചാറാണ് കേട്ടോ. അതും കൂടി ആകുമ്പം ഊണ് അടിപൊളിയായി. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.